3 അച്ചീവ്മെൻറ്റ്സ് നേടിയ ആളാണ് ഇവിടെ നിൽക്കുന്ന ഒരാൾ. SBI ക്ലർക്ക്, IBPS ക്ലർക്ക് ആൻഡ് NIC അസിസ്റ്റന്റ്. വളരെ ചലഞ്ചിങ് ആയിട്ട് 3/4 മണിക്കൂറോളം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ആ ഇന്റർവ്യൂ ബോർഡിനെ അത്ഭുതപ്പെടുത്തിയൊരു മനുഷ്യനാണ് ആ നിൽക്കുന്നത്. ഫസ്റ്റത്തെ ഒരു വർഷം ശരിക്കും ഒന്നും നോക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തരുതെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ തന്നെ തുടങ്ങാം. ഞാൻ ചെന്നിട്ട് 8 മാസം ഒറ്റ മോക്ക് അടിച്ചിട്ടില്ല. ഞാൻ മാത്രമല്ല, അവന് ഒരു മോക്ക് അടിക്കാണ്ട് RRBയുടെ എക്സാം വന്നിട്ട് ഒരാഴ്ച മുന്നേ ഞങ്ങൾ ഇത് അടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മൾ കുറച്ചുകൂടി കാര്യമായിട്ട് അടിക്കാൻ തുടങ്ങി, എക്സാം അടിക്കാൻ തുടങ്ങുന്നത്. പിന്നെ രണ്ടാമത്തെ പോലെ 1-ാം സ്റ്റേജിൽ ഇരുന്നടി ഒരു ദിവസം 5 മോക്ക് 6 മോക്ക് 7 മോക്ക് എന്നത് ഇരുന്നടിക്കാൻ തുടങ്ങി. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ലൈബ്രറിയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വേറെയാണ്, പഠിക്കാൻ നമുക്ക് തോന്നും. എത്രയും പെട്ടെന്ന് അഡ്വാൻസ് അതിലോട്ട് മാറാൻ നോക്കുക. അവിടെ അത്ര നല്ല ബാച്ചാണ്. അവിടെ എടുക്കുന്ന മെറ്റീരിയൽ ആണെങ്കിലും അവിടെ എടുക്കുന്ന എല്ലാ മെറ്റീരിയലും മീൻസ് ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷും മാത്സ് കണക്കിൻ്റെ ഒക്കെ മെറ്റീരിയൽ ഞാൻ മറ്റേത് എക്സാം അടിക്കുമ്പോൾ മാത്രമേ ഇജാദ ലെവൽ മെറ്റീരിയൽ കണ്ടിട്ടുള്ളൂ. മീൻസ് അത്രയ്ക്കേറെ എഫേർട്ട് ഉണ്ട് സാറുമാർ ഇവിടെ. ഇങ്ങനെ അച്ചീവേഴ്സ് വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഇന്നും ഇപ്പോൾ സ്ട്രാറ്റജി കേൾക്കേണ്ടി വരുമല്ലോ എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും ഒരേ സ്ട്രാറ്റജി തന്നെ ഉള്ളൂ, പഠിക്കുക, മാക്സിമം മോക്ക് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി ഉള്ളൂ. നിങ്ങൾ ഇതിപ്പോൾ അധികം സമയം ഉണ്ടെന്ന് വിചാരിക്കേണ്ട. ടൈം നമ്മൾ കളഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടൂല. എങ്ങനെയും ഒരു കൊല്ലം 1.5 കൊണ്ട് കയറുക, 2 കൊല്ലം കഴിഞ്ഞ് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എൻ്റെ അവസാന ക്ലർക്കായിരുന്നു. ഞാൻ എക്സാം എഴുതിയതല്ല 2G ഇരിക്കുന്ന പോലെ അവസരമായിരുന്നത്. തോറ്റ് തന്നെയാണ് ഇവിടെ എത്തിയത്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ അറിയേണ്ടത് എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന്. എനിക്കിപ്പോൾ കിട്ടാൻ ചാൻസുള്ള 2 ജോലിയിൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്.